ജിമ്മിൽ പോകാൻ റെഡിയായി റൂമിലെ സോഫയിലിരുന്ന് ഷൂസിൻ്റെ ലേസ് കെട്ടുകയാണ് കിച്ചു. സ്ലീവ്ലെസ് കറുത്ത ടീഷർട്ടും ഒലിവ് ഗ്രീൻ നിറത്തിലുള്ള ഷോർട്സുമാണ് അവൻ്റെ വേഷം. ആ സമയത്താണ് വാതിലിൽ ആരോ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് ടീപ്പോയിലിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടവൻ പോയി. വാതിൽ തുറന്നതും കണ്ടത് മുന്നിൽ നിൽക്കുന്ന പവിത്രയാണ്. അമ്മയോ? എന്താ ഈ നേരത്ത്? സമയം 6:30 കഴിഞ്ഞില്ലേ? വൈകിയാൽ നീ ജിമ്മിൽ പോകില്ലേ? അതിനു മുന്നേ വന്നതാ. നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. നീ വേഗം റെഡിയായി വന്നേ. അമ്പലത്തിലോ? ഞാനില്ല. അമ്മ ഒറ്റയ്ക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഏട്ടനെ കൂട്ടി പൊയ്ക്കോ. സ്ഥായിയായ ഗൗരവം മുഖത്തും വാക്കിലും സ്ഥാനം പിടിച്ചു. അവൻ, വേണ്ട, നീ കൂടെ വന്നാൽ മതി. എത്ര നാളായി നീ അമ്പലത്തിലൊക്കെ വന്നിട്ട്? അവനാ ഇന്നലെ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇന്ന് നീ വന്നാൽ മതി. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഏട്ടൻ വരുന്നില്ലെങ്കിൽ അമ്മ അച്ഛനെയും കൂട്ടി പൊയ്ക്കോ. കിച്ചു വെറുതെ ഓരോരോ ന്യായങ്ങൾ പറയല്ലേ. മഹിയേട്ടൻ വോക്കിങ്ങിന് പോയിരിക്കുക. നീ വേഗം പോയി കുളിച്ച് റെഡിയായി വന്നേ. ഇന്ന് മോഹിനി ഏകാദശിയാ. കണ്ണന് തുളസിഹാരം വെച്ച് പ്രാർത്ഥിക്കണം എനിക്ക്. നീ ഒന്ന് വേഗം വാ കിച്ചു. അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകണ്ടേ അമ്മേ? ജിമ്മിൽ നിന്ന് വന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. ഇന്ന് ലീവ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ലേറ്റ് ആവാൻ പറ്റില്ല. അമ്മ ഒന്ന് പോയി. ഞാൻ വരുന്നില്ല ഒരിടത്തേക്കും. നിൻ്റെ ഈ ദേഷ്യവും വാശിയും എന്നോടും വേണോ? ആയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇനിയിപ്പോൾ ആ പേരിൽ സെൻറ്റിമെൻ്റൽ പരാതി വേണ്ട. ഞാൻ വരാം. പതിവ് ഗൗരവത്തിൽ മറുപടി കിട്ടിയതും പവിത്രയുടെ മുഖം തെളിഞ്ഞു. വാതിലൊരു ശബ്ദത്തോടെ അടയ്ക്കുന്നതിൽ നിന്ന് വരാമെന്ന് മറുപടി പറഞ്ഞതിനുള്ള പ്രതിഷേധവും പ്രകടമായി. ദേഷ്യം കാട്ടിയാലും കുഴപ്പമില്ല. തൻ്റെ ഡയലോഗ് കേട്ടിട്ട് കിച്ചു വരാമെന്ന് പറഞ്ഞല്ലോ എന്നതിൻ്റെ ആശ്വാസം പവിത്രയ്ക്ക് തോന്നി. ഹാളിലെ സോഫയിൽ അമ്പലത്തിൽ പോകാൻ റെഡിയായി ഫോൺ നോക്കിയിരിക്കുമ്പോഴാണ് പടികൾ ഓടി ഓടി വരുന്ന കിച്ചുവിനെ കണ്ടത്. യെല്ലോ ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് കിച്ചുവിൻ്റെ വേഷം. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് കയ്യിലൊരു ഐവാച്ചും കെട്ടിയാണ് ആശാൻ്റെ വരവ്. പോകാം. ഗൗരവത്തോടെ കാറിൻ്റെ കീ ചൂണ്ടുവിരൽ കൊണ്ട് കറക്കി മുന്നിൽ വന്ന് നിന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ തലകുലുക്കി പവിത്ര. നാച്ചിയമ്മേ, നാച്ചിയമ്മേ, ഉറക്കെ വിളിച്ചുകൊണ്ടാണ് തുമ്പി അടുക്കളയിലേക്ക് വന്നത്. കുളി കഴിഞ്ഞ് തോർത്ത് തലയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. ഡാർക്ക് ബ്ലൂ നിറത്തിലുള്ള പാവാടയും ബ്ലൗസുമാണ് വേഷം. കുളി കഴിഞ്ഞുള്ള വരവായതുകൊണ്ട് കഴുത്തിലും നെറ്റിയിലും വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അടുപ്പത്തിരിക്കുന്ന ഉപ്പുമാവ് ഇളക്കി കൊടുക്കുന്ന തിരക്കിലാണ് നാച്ചിയമ്മ. വിറക് അടുപ്പത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിറകും ഇടത് കൈകൊണ്ട് അടുപ്പിൻ്റെ അകത്തേക്ക് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ലാഭിക്കാൻ വിറകടുപ്പാണ് അധികവും ഉപയോഗിക്കുക. അതാകുമ്പോൾ അനാഥാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വീണ് കിട്ടുന്ന ഓലയും മറ്റുമൊക്കെ മതിയല്ലോ. പിന്നെ പുറംപണിക്ക് സ്ഥിരമായി നിൽക്കുന്ന കുഞ്ഞാപ്പു ചേട്ടൻ പുറത്ത് നിന്ന് ചില വിറകിൻ്റെ തുണ്ടൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് വെട്ടിക്കൂട്ടി വയ്ക്കും. ഒരുപാട് വയറുകൾ നിറയ്ക്കാനുള്ള തന്ത്രപ്പാടാണ്. എല്ലാവരും കൂടി ഒന്നിച്ചൊരു മനസ്സോടെയാണ് ചെയ്യുന്നത്. നല്ല ആളാട്ടോ. സമയം 7 കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിന്നാലെങ്ങനാ? നമുക്ക് പോകണ്ടേ നാച്ചിയമ്മേ? ഞാൻ വരുന്നില്ല മോളെ. എണീക്കാൻ വൈകിയോണ്ട് പ്രാതൽ റെഡിയാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായി. നീ വേണം ചായ ഉണ്ടാക്കാൻ. കുട്ടികൾ ഇപ്പോൾ ആഹാരം കഴിക്കാൻ വരും. അപ്പം നമ്മൾ ഇന്ന് പോണില്ലേ നാച്ചിയമ്മേ? അത് ചോദിച്ചതും അവർ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. മോഹിനി ഏകാദശിയാ മോളെ. വിഷ്ണുവിന് ഈ ദിവസത്തിലാണ് മോഹിനി വേഷം പൂണ്ടത്. ഇന്നത്തെ ദിവസം കണ്ണന് തുളസിഹാരം വെച്ച് പ്രാർത്ഥിച്ചാൽ നല്ല ദാമ്പത്യം കിട്ടുന്ന വിശ്വാസം. തുളസിഹാരം വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ തന്നെ വാങ്ങുകയും വേണം. പണ്ടൊക്കെ മുനിമാരുടെ പത്നിമാർ ഈ ദിവസത്തെ തുളസിമാല കോർത്ത് ഭർത്താക്കന്മാരുടെ കഴുത്തിൽ അണിയിച്ച് പതിയെ ഭഗവാനായി സങ്കല്പിച്ച് പൂജ ചെയ്യുമത്രേ. രാജഭരണകാലത്ത് ഈ പൂജാവിധി ഉണ്ടായിരുന്നു. രാജാക്കന്മാർ യുദ്ധത്തിൽ തോൽക്കാതിരിക്കാനും രാജ്യത്തിൻ്റെ സർവൈശ്വര്യത്തിനും വേണ്ടി ചെയ്യുന്ന ഈ പൂജ പതിപൂജയെന്നാണ് പറയുന്നത്. ദീർഘസുമംഗലിയായിരിക്കാനും സുഖദാമ്പത്യത്തിനും സൽസന്താനത്തിനും വേണ്ടിയും ഈ പൂജ ചെയ്യാറുണ്ടത്രേ. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന എൻ്റെ മോള് വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്നെ പൊന്നുപോലെ നോക്കണേ കണ്ണാന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഉവ്വ് നാച്ചിയമ്മേ, അതുപോലെ ചെയ്യാം. എന്നാൽ മോള് പോയിട്ട് വരൂ. നാച്ചിയമ്മ കൂടെ വരണില്ല? ഞാൻ ഒറ്റയ്ക്കോ? എന്താ നാച്ചിയമ്മേ ഈ പറയണേ? ഒറ്റയ്ക്ക് പോകാനോ? എനിക്ക് പറ്റില്ല കേട്ടോ.